അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതം. അതെന്തിനാണ് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചത്? മനുഷ്യ ശരീരം ഒന്നുള്ളൂ എങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണം വീതം കാണാൻ സാധിക്കും. അതെന്തിനാണ് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചെന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഈ വിരുദ്ധത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. കുന്നിൽ രണ്ടില്ല രണ്ടൊന്നിലഞ്ചുണ്ട്, പണ്ടാരി കണ്ടത് വീടാ. കെട്ടിലഞ്ചുണ്ട് സൈനേട്ട് കൈപൂട്ടി മൈക്കാട്ടി വെപ്പത് വീടാ. ഏക്കെന്നാൽ ഒന്ന്, ഒരൊന്ന് ഒന്ന്, ആ ഒന്നിൽ രണ്ടില്ല. എന്നാൽ രണ്ടൊന്നിൽ അഞ്ചുണ്ട്, അഥവാ രണ്ടായി കാണുന്ന ഒന്നിൽ അഞ്ചുണ്ട്. മനുഷ്യ ശരീരം എടുത്ത് പരിശോധിച്ചാൽ ശരീരം ഒന്നുള്ളൂ എങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണം വീതം കാണാൻ സാധിക്കും. നാം ചലിപ്പിക്കുന്ന നമ്മുടെ കൈകൾ, നാം സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കാലുകൾ, ഇവയെല്ലാം ഒരേ തരത്തിലുള്ള അവയവങ്ങളാണ്. പക്ഷേ രണ്ടെണ്ണം വീതം കാണാൻ സാധിക്കും. ഓരോ കൈകളിലും ഓരോ കാലുകളിലും 5 വിരലുകൾ വീതം കാണാൻ സാധിക്കും. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? പണ്ടാരി അഥവാ മനുഷ്യവാഹനം. ഇവിടെ മനുഷ്യനെ ഒരു കപ്പലിനോടായി ഉപമിക്കുന്നുണ്ട്. ആ കപ്പൽ നിയന്ത്രിക്കുന്നവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് സൂഫി നമ്മോട് ചോദിക്കുകയാണ്. കെട്ടിലഞ്ചുണ്ട് സൈനേട്ട് കൈപ്പൂട്ടി മൈക്കാട്ടി വെപ്പത് വിട. അഥവാ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട 8 അവയവങ്ങളുണ്ട്. അതിലും പ്രധാനപ്പെട്ട 5 അവയവങ്ങൾ വേറെയുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അവന്റെ കൈകളാണ്. ആ കൈകൾ രണ്ടും കെട്ടിപ്പൂട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് ആവിടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ടോ? ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകിയത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആ ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ ഈ 5 അവയവങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നോക്കുന്ന കൊമ്പണ്ണും ഈരാറിലഞ്ചുണ്ട്, നോക്കുന്ന കൊമ്പണ്ണും ഈരാറിലഞ്ചുണ്ട്, കായ്ക്കുന്ന കാതല വീടാ. നോക്കിത്തിരിക്കുന്നു കൺചുണ്ട് തൻചുണ്ട്, അടിച്ചിട്ട് വെപ്പത വീടാ. നോക്കുന്ന കൊമ്പിൽ ഈരാറ് 12. ഇവിടെ നിസ്കാരത്തെ ഒരു വൃക്ഷത്തോടായി ഉപമിക്കുന്നുണ്ട്. ആ വൃക്ഷത്തിന്റെ 12 ചില്ലകൾ നിസ്കാരത്തിന്റെ 12 ഫർളുകൾ. നിസ്കാരത്തിന് 14 ഫർളുകളാണുള്ളത്. അതിൽ ഏറ്റവും അടിസ്ഥാനം നിയ്യത്താണ്. നിയ്യത്ത് ആ വൃക്ഷത്തിന്റെ മുരടാണ്. ആ മുരടിന്മേലാണ് നിസ്കാരം എന്ന വലിയ വൃക്ഷം നിലകൊള്ളുന്നത്. മറ്റൊന്ന് തർത്തീബാണ്. ഈ 12 ചില്ലകളിൽ പ്രധാനപ്പെട്ട 5 ചില്ലകൾ വേറെയുമുണ്ട്. സുജൂദ്, ഇഅ്തിദാൽ, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാം. ഈ പ്രധാനപ്പെട്ട 5 ഫർളുകൾ എവിടെയാണ് കായ്ക്കുന്നതെന്ന കാതലായ വശം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നോക്കിത്തിരിക്കുന്ന കൺചുണ്ട് തൻചുണ്ട്, അടിച്ചിട്ട് വെപ്പത വിട. അഥവാ നമ്മളെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കുന്ന നമ്മുടെ കണ്ണിന്റെ ആധാരം അടച്ചിട്ട് എവിടെയാണ് തിരിച്ചു വെക്കുന്നത്? അത് അള്ളാഹുവിന് മുമ്പിൽ തന്നെയല്ലേ, അതോ മറ്റെവിടേക്കെങ്കിലും പോകുന്നുണ്ടോ എന്ന് സൂഫി നമ്മോട് ചോദിക്കുകയാണ്. അഥവാ നിസ്കാരത്തിൽ ഭക്തി വേണമെന്നാണ് സൂഫി നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെയെല്ലാം ജീവിച്ചിട്ട് അവസാനം നമ്മുടെ ശരീരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സൂഫി അദ്ദേഹത്തിന്റെ മറ്റൊരു വിരുദ്ധത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. കൊണ്ട് ചമയ്ത്ത മണ്ണറ പുക്ക് പോവതിൽ മുന്നമേ, മാട്ടുമേൽ പണിയും ഹൃദയം ഒന്നടക്കിയ ഹ്വാങ്കളെ, ഒന്നടക്കിയ ഹ്വാങ്കളെ. മരണം അത് സത്യമാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളും അനുഭവിച്ചറിയുന്ന സത്യം. ഒരു നാൾ 6 കാലുള്ള കട്ടിലേറി മണ്ണറയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ആ മണ്ണറപ്പോക്കിന് മുന്നേ മാട്ടുമേൽ പണിയും ഹൃദയം ഒന്നടക്കിയ ഹ്വാങ്കളെ. എല്ലാ ആഗ്രഹങ്ങളിലേക്കും നന്മയിലേക്കും തിരിയാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഹൃദയം. പരിശുദ്ധ ഖുർആനിൽ ഹൃദയത്തെ ഖൽബ് എന്നാണ് വിശേഷിപ്പിച്ചത്. എല്ലാ നന്മയിലേക്കും തിന്മയിലേക്കും ഒരുപോലെ മറിയാൻ സാധ്യതയുള്ള ഹൃദയം. ആ ഹൃദയത്തെ ഒന്നടക്കിയ ഹ്വാങ്കളെ എന്നതുകൊണ്ട് സൂഫി ഉദ്ദേശിച്ചത് നന്മയിലേക്ക് മാത്രം കൊണ്ടുപോകണമേ എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ മുത്മഇന്ന എന്നാണ് അടക്കം കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ മുത്മഇന്ന എന്ന അവസ്ഥയിലേക്ക് നീ എത്തിയാൽ സൗത്തതൊക്കെയും കേൾക്കും സാമ്യം തന്നിലും പുകൾ കൊണ്ട് നീ സിദ്ദീഖന്റിസ്മാലുമേ കലർന്നിട്ട് കൊൾമനുവാർകളെ, കലർന്നിട്ട് കൊൾമനുവാർകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറയുന്നവരുടെ കൂട്ടത്തിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കും. സിദ്ദീഖന്റിസ്മാലുമേ, സിദ്ദീഖ് എന്ന സ്ഥാനപ്പേരിലേക്ക് നിനക്ക് ഉയരാൻ സാധിക്കും. സിദ്ദീഖീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിലേറെ മർത്തബയുള്ളവരുമാണ്. മാത്രമല്ല ഒരിക്കലും നശിക്കാത്ത വീടിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരുമാണ്. സിദ്ദീഖീങ്ങൾ അവരുടെ ശരീരീച്ചകൾ ക്ഷണിക്കുന്ന മുഴുവൻ ഹവകളിൽ നിന്നും മാറി നിന്നവരുമാണ്. സൂഫി തുടരുകയാണ്.
മൗത്തതാകിലും മുന്നമേ മരിത്തുള്ളവർ ഇവരാകുമേ. മന്നരെ അടിത്താൽ മണപ്പതി സന്നസീബനിക്കില്ലയോ, സന്നസീബനിക്കില്ലയോ. മൗത്തതാകിലും മുന്നേ മരിപ്പുള്ളവർ, അവർ മരണത്തിന് മുന്നേ മരിച്ചവരാണ്. അവരുടെ ജീവിതവും മരണവും തുല്യമാണ്. അള്ളാഹുലേക്ക് ചേരാൻ വെമ്പി നിൽക്കുന്നവർ, അത്തരം ആളുകളോട് കൂടി ചേരാൻ സാധിക്കണം. അതാണ് വിജയം. അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതിനു വേണ്ടത് എന്തെന്ന് വെച്ചാൽ നാം പാടിയതുപോലെ മാട്ടുമേൽ പണിയും ഹൃദയം ഒന്നടക്കിയ ഹ്വാങ്കളെ, ഒന്നടക്കിയ ഹ്വാങ്കളെ. ഹൃദയമടക്കി മുത്തുമൈനായി തിരിച്ചു വരിക. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.